ഹലോ, നമുക്കൊന്ന് കോഴിക്കോട് പോയാലോ? എനിക്ക് ഹോസ്റ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എക്സാം ആവാറായി. അപ്പോൾ ബുക്കും പ്രാക്ടീസ് ആരി അവിടെയാണ്, അതൊന്ന് പോയി എടുക്കണം. പിന്നെ അവിടെ നിന്ന് നേരെ KSRTC സ്റ്റാൻഡ് പോയിട്ട് അവിടെ നിന്നാണ് ബസ് കയറിയത്. എന്തായാലും രാമനാട്ടുകര ഇറങ്ങണം. ഏട്ടൻ അങ്ങോട്ട് കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് കോഴിക്കോട് പോണത്. ഏട്ടൻ ഓഫീസ് കഴിഞ്ഞ് നേരെ രാമനാട്ടുകരയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 3 വർഷമായിട്ട് ഞാൻ കോഴിക്കോട് ക്ലാസിക്കൽ ജെംസിലാണ് ഡിപ്ലോമ ഇൻ ഭരതനാട്യം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ കോഴിക്കോട് പോയി അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാൻ നേരത്ത് ഹോസ്റ്റലിൽ നിന്ന് ബുക്കും പ്രാക്ടീസ് ആരിയൊക്കെ എടുത്ത് വരാം. അപ്പോൾ ഞങ്ങളിവിടെ നേരെ കോഴിക്കോട് തളി ടെമ്പിളിൻ്റെ അടുത്ത് സ്പോട്ട് ഉണ്ടായിരുന്നു, അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാനും ഏട്ടനും ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായി വന്നിട്ട് നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ, വർത്താനൊക്കെ പറഞ്ഞ് കാറ്റ് കൊണ്ടിരിക്കാൻ നല്ല വൈബാട്ടോ, അടിപൊളിയാണ്. എനിക്കിഷ്ടമാണ് ഇവിടെ വരുന്നത്, നല്ല രസമാണ്. ഏട്ടൻ കാര്യമായിട്ട് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫോണിൽ, വലിയ മൈൻഡൊന്നുമില്ല. അത് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ, രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ നേരെ പിന്നെ കുബാബ കുഴിമന്തി ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുണ്ട്, അവിടേക്കാണ് വന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനേട്ടൻ 2ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ കാണിച്ചതെന്ന് പറയും ഏട്ടനൊരു മാംഗോൻ്റെ ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇഷ്ടമായില്ല, അതാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് കഴിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. എന്താ ഇപ്പോൾ ഓർഡർ ചെയ്ത് അൽഫസ്ലഫ് മന്തി, അതാണ് ഓർഡർ ചെയ്ത്. എനിക്കിഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ട്രൈ ചെയ്യണം. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് വന്നാൽ പിന്നെ എനിക്ക് ബീച്ചിലേക്ക് വരണം, നല്ല രസമല്ലേ, കാറ്റൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കാനും. ഞങ്ങൾ വന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ക്ലൈമറ്റൊക്കെ ഒന്ന് ചേഞ്ചായി, നല്ല മഴക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തിട്ടില്ല, നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ബീച്ച് വന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കാൻ നല്ല രസമല്ലേ. ചില സമയത്ത് മനസ്സിലെന്തെങ്കിലും സ്ട്രെസ്സ് മൈൻഡൊക്കെ ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബീച്ചൊക്കെ വരുമ്പോൾ അടിപൊളിയാണ്, എനിക്കിഷ്ടമാണ് ഇങ്ങനെ വന്നിരിക്കാനും. പിന്നെ എന്തൊക്കെയോ വീഡിയോ ഒക്കെ എടുത്ത് ഷോ കാണിക്കണം. നല്ല മഴക്കാറുണ്ട്, അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവിടെ സ്റ്റോളിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏട്ടനെന്തോ ചുരണ്ടേസ്, അതുപോലെ ഞാൻ കല്ലുമ്മക്കായ എന്തോ ട്രൈ ചെയ്തിട്ടുണ്ട്, കോഫിയൊക്കെ കുടിച്ചായിരുന്നു. പിന്നെ പാനിപ്പൂരി കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാനിപ്പൂരി കഴിച്ചു. ഏട്ടന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാട്ടോ കഴിച്ചത്. പുള്ളി ഞാൻ തന്നെ തീർത്തു. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിക്കണ വീഡിയോ എടുത്ത് ഏട്ടൻ എന്തോ പറഞ്ഞ് എന്തൊക്കെയോ എക്സ്പ്രഷൻ കേട്ട് ഏട്ടനെ ചിരിപ്പിക്കാനും, അതാണ് സംഭവം. അത് വലുതായതുകൊണ്ട് വായിക്ക് ശരിക്കും കൊള്ളണില്ല. സംഭവം അടിപൊളിയാണ്. പിന്നെ ഒക്കെ കഴിച്ചുകൊണ്ട് നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ സർവത്ത് കുടിച്ചു. അപ്പോൾ കൂടെ കഴിച്ചപ്പോൾ വയറ് നല്ല ടൈറ്റായി. പിന്നെ ഞങ്ങളവിടെ നേരെ പോന്നു, ഇരുട്ടായി. വീട്ടിലേക്ക് പോകണം മുന്നേ ഹോസ്റ്റലിൽ എന്തായാലും പോകണം. ഹോസ്റ്റലിൽ പോയിട്ട് ബുക്കും പ്രാക്ടീസ് ആരിയൊക്കെ എടുത്ത് വരണം. അങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോസ്റ്റലിലേക്ക്. ഹോസ്റ്റലിലെത്തിയപ്പോൾ പിന്നെ അവിടെ പുറത്തൊന്നും ആരും കണ്ടില്ല. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ പോയി ബുക്കൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.